പാലാ ജൂബിലി ജാതി മത ഭേദമന്യേ പാലാ നിവാസികൾ ആഘോഷമാക്കുന്ന 8 ദിവസം നീണ്ടു നിൽക്കുന്ന കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പെരുന്നാൾ. പാലായുടെ അഭിമാനമായി ഐക്കോണിക് സിംബലായി നഗരത്തിന്റെ മധ്യഭാഗത്ത് തലയെടുപ്പോടുകൂടി നിൽക്കുന്ന പാലാ കുരിശുപള്ളിയുടെ ചരിത്രവും പാലാ ജൂബിലിയുടെ ചരിത്രവും അതിന്റെ മനോഹരമായ കാഴ്ചകളുമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് ARG Trails. പാലായിലെ കുരിശുപള്ളിക്കും ജൂബിലി പെരുന്നാളിനും പാലായുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. എല്ലാ വർഷവും ഡിസംബർ 1 മുതൽ 8 വരെ നടക്കുന്ന പാലായിലെ ഏറ്റവും വലിയ ആഘോഷമായ ഈ ജൂബിലി തിരുനാളിന്റെ ചരിത്രം എല്ലാവർക്കും ഒന്നും അറിയില്ല. 1854 വിശുദ്ധ കന്യാമറിയത്തിന്റെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി റോമൻ കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചതിന്റെ സുവർണ ജൂബിലി വർഷത്തിലാണ് പാലായിലെ വിശ്വാസികളുടെ നേതൃത്വത്തിൽ ഈ ജൂബിലി കപ്പേള പണിതുയർത്തിയത്. അന്നു മുതൽ എല്ലാ വർഷവും ഡിസംബർ 8 പാലാക്കാര് ജൂബിലി തിരുനാളായി ആഘോഷിക്കുകയും അങ്ങനെ പാലാ ജൂബിലി എന്ന പേര് വരികയും ചെയ്തു. ജാതി മത ഭേദമന്യേ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഈ ഒരു ദിവസം പാലായിലേക്ക് ഒഴുകിയെത്തുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മീനച്ചിലാറിന് കുറുകെ പാലമില്ലാതിരുന്ന ആ ഒരു സമയത്ത് പാല കത്തീഡ്രൽ പള്ളിയായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ദേവാലയം. ആ കാലത്ത് വള്ളത്തിൽ കയറിയാണ് വിശ്വാസികളൊക്കെ അക്കരത്തെ പള്ളിയിൽ പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ മഴക്കാലത്ത് ഈ യാത്ര വളരെയധികം ദുരിതം നിറഞ്ഞതായിരുന്നു. അങ്ങനെ വിശ്വാസികളുടെയൊക്കെ ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് അന്നത്തെ ആത്മീയ അധികാരികൾ ടൗണിന്റെ നടുക്ക് ഒരു വലിയ കുരിശുപള്ളി പണിയാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെയാണ് 1837 ടൗണിന്റെ നടുക്ക് വിശുദ്ധ തോമസ് ലീഹയുടെ പേരിൽ ഈ കുരിശുപള്ളി സ്ഥാപിച്ചത്. പിന്നീട് 1904 മറ്റൊരു കപ്പേള കൂടി പണിയുകയും അതിന് ജൂബിലി കപ്പേള എന്ന പേരിടുകയും ചെയ്തു. അങ്ങനെ ഒരു നൂറ്റാണ്ടിന് മുകളിലായി പാലാക്കാര് എല്ലാ വർഷവും പാലാ ജൂബിലിയായി ആഘോഷിക്കുന്നു. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന അമലോത്ഭവ കന്യകയുടെ മനോഹരമായിട്ടുള്ള ആ ഒരു രൂപം അങ്ങ് ഇറ്റലിയിൽ നിന്ന് കപ്പൽ മുഖേന കൊണ്ടുവന്നതാണ്. ഈ ഒരു തിരുസ്വരൂപമാണ് തിരുനാളിന്റെ അന്ന് നഗരവീതിയിലൂടെ എഴുന്നള്ളിക്കുക. പാലാക്കാരുടെ അഭിമാനമായി പാലാ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കുരിശുപള്ളി 23 വർഷമെടുത്താണ് പണിതു തീർത്തത്. ഇതിന്റെ ആർക്കിടെക്ചറൽ ഡിസൈനൊക്കെ തയ്യാറാക്കിയത് പ്രിങ് ആൽബർട്ട് എന്ന കമ്പനിയാണ്. പിന്നീട് തക്കര സ്വദേശിയായിട്ടുള്ള മരിയ സോസ എന്ന കൽപ്പണിക്കാരന്റെ നേതൃത്വത്തിലാണ് ഇത് പണിതു തീർത്തത്. അങ്ങനെ 1977 ഇത് ആരാധനയ്ക്കായി തുറന്നു നൽകി. അന്ന് 14 ലക്ഷം രൂപയോളമാണ് ഇതിന് നിർമ്മാണ ചെലവായിട്ട് വന്നത്. പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ച ഈ ഒരു നിർമ്മിതിക്ക് 140 അടിയിലേറെ ഉയരമുണ്ട്. ഇതിന്റെ മുകളിലായി 12 അടി ഉയരമുള്ള ക്രിസ്തുവിന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു. അതിന് തന്നെ ഏകദേശം 5 ടണ്ണോളമാണ് ഭാരം. ഒരിക്കൽ ഈ ജൂബിലി തിരുനാൾ കാണാനേ വന്നു കഴിഞ്ഞാൽ പിന്നീട് എല്ലാ വർഷവും നമ്മളെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്ന എന്തോ ഒരു അത്ഭുതം ഇവിടെയുണ്ട്. ഇത്തവണത്തെ ജൂബിലി തിരുനാളിന്റെ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് ഏറ്റവും ലാസ്റ്റ് ദിവസമായിട്ടുള്ള തിരുനാൾ ദിനമാണ് ഞങ്ങളിവിടെ വന്നത്. ആദ്യമൊക്കെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ തിരക്കിന് യാതൊരു കുറവുമില്ലായിരുന്നു. പെരുന്നാളിന്റെ ഭംഗി കൂട്ടാനായിട്ട് 7 ദിവസങ്ങളിലായിട്ട് വ്യത്യസ്തമായിട്ടുള്ള കലാപരിപാടികളും മത്സരങ്ങളും ആധ്യാത്മിക പരിപാടികളും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ദീപാലങ്കാരങ്ങളും വിവിധ റൈഡുകളും അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെയുള്ള കാർണിവലും ഷോപ്പിങ്ങുകളും ഒക്കെ ആയിട്ട് 7 ദിവസം പാലക്കാട് അടിച്ചു പൊളിക്കുന്ന ഒരു സമയമാണിത്. പള്ളിയുടെ പരിസര പ്രദേശങ്ങളിൽ ഉള്ളതിനേക്കാളും തിരക്കാണ് ഇവിടുത്തെ കാർണിവലിൽ റൈഡുകളിൽ കയറാനൊക്കെ ആയിട്ട്. ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോൾ മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം പള്ളിയുടെ അടുത്തൊക്കെ എത്താറായിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ തിരക്കിനിടയിൽ അത് പള്ളിയുടെ അടുത്തേക്ക് എത്താൻ ഒരുപാട് സമയം വേണ്ടതുകൊണ്ട് കുറച്ച് സമയം കൂടെ ഇവിടുത്തെ റൈഡുകളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് പോന്നു. പതിവ് പോലെ ഇത്തവണയും ഇവിടെ മരണക്കിണറഭ്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 7 ദിവസത്തെ ഉത്സവത്തിന് ശേഷമുള്ള പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള കന്യാമാതാവിന്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം കുരിശുപള്ളിയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്.
പാലായിലെ ജനങ്ങൾ മതഭേദമോ ജാതിഭേദമോ പ്രത്യയശാസ്ത്ര ഭേദമോ ഇല്ലാതെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒന്നാണ് കുരിശുപള്ളി മാതാവിൻ്റെ പ്രദക്ഷിണം. കുരിശുപള്ളിയിലെ ജൂബിലി പെരുന്നാളും ലാലത്തമ്പലത്തിലെ ഉത്സവവും പണ്ടേ പാലാക്കാരുടെ മതസൗഹാർദ്ദത്തിൻ്റെ അടയാളമാണ്. മതേതരത്വത്തിൻ്റെ നിർവചനം പുസ്തകങ്ങളിൽ ഒതുക്കി നിർത്തേണ്ടതല്ല, മറിച്ച് ജനങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കണമെന്ന വലിയൊരു പാഠമാണ് പാല നമുക്ക് നൽകുന്നത്. അങ്ങനെ ഇനി അടുത്ത തിരുനാളിനായി നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പ്. പാലാപ്പള്ളിയുടെ ചരിത്രവും ജൂബിലി കാഴ്ചകളുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.